ഹായ് മക്കളെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സസ് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അതായത് നമ്മുടെ ഇന്ത്യ 1947 വരെ അറിയപ്പെട്ടത് ബ്രിട്ടീഷ് ഇന്ത്യ എന്നാണ്. അപ്പോൾ അതായത് ആ നാട്ടുരാജ്യങ്ങൾ തന്നെ രണ്ട് തരമാണ്. ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും മറ്റൊന്ന് നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രോവിൻസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരിട്ട് ആ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. നേരിട്ട് അവരായിരിക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക. പക്ഷേ മറ്റേത് അതായത് നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ കീഴടക്കിയതായ രാജ്യങ്ങളാണെങ്കിലും ആ പ്രദേശങ്ങളുടെ ഭരണം നമ്മുടെ രാജ്യത്തിലെ രാജാക്കന്മാർ തന്നെയായിരിക്കും നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് രാജ്യങ്ങളായിട്ടാണ്, അതായത് നമ്മുടെ നാട്ടുരാജാക്കന്മാരാണ് രാജ്യം ഭരിക്കുക, പക്ഷെ അവർ ബ്രിട്ടീഷുകാരുടെ കീഴിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളിലും ബ്രിട്ടീഷുകാർ ഏകദേശം മുഴുവൻ രാജ്യങ്ങളും ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ് ആയിരുന്നു. പക്ഷെ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിയ ഭാരതത്തിൽ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് എന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നു അന്ന് മുതൽ ഇന്ത്യയിലെ എല്ലാ രാജ്യങ്ങളും, അതായത് ബ്രിട്ടീഷ് ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് പ്രോവിൻസുകളും എല്ലാം, നാട്ടുരാജ്യങ്ങൾ എന്നറിയപ്പെടുന്നവയും ഇന്ത്യൻ പ്രവിശ്യകൾ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളുമെല്ലാം പൂർണ്ണമായും സ്വതന്ത്രമായിരിക്കും എന്ന ഒരു വ്യവസ്ഥയിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ഇംഗ്ലീഷുകാർ തയ്യാറായത്. അപ്പോൾ India under the British was divided into British Indian province and the princely states. The British Indian province were directly ruled by the British government, but the princely states were ruled over by the princes who controlled by the internal affairs of the province provided by the accepted British supremacy. അപ്പോൾ ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ 1/3 രാജ്യങ്ങളും ഇതുപോലെ ബ്രിട്ടീഷുകാരുടെ കീഴിൽ തന്നെ ആയിരുന്നു എന്ന് പറയാം നമുക്ക്, രാജാക്കന്മാരൊക്കെ. അതുപോലെ ശേഷിക്കുന്ന 4/1 ഇന്ത്യക്കാരൻ നാട്ടുരാജ്യങ്ങളുടെ ഭരണത്തിന് കീഴിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ചുരുക്കത്തിൽ ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും ആരുടെ കൺട്രോളിൽ തന്നെ ആയിരുന്നു? ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായിരുന്നു. ഇനി നമുക്ക് എന്താണ് പ്രശ്നം? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുടെ കൂടെ ചേർക്കാൻ നമുക്ക് എന്താണ് പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചാൽ അത് ഒരു ചോദ്യമാണ്. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്? അതായത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇന്ത്യ നേരിട്ടത്? നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്, എന്തായിരുന്നു ആ പ്രശ്നം എന്നുള്ള കാര്യം. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പ്രോവിൻസ്, ഇന്ത്യയിലെ പ്രവിശ്യകൾ എന്ന് പറയുന്ന ഈ രാജ്യങ്ങളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 565ആണ്. അപ്പോൾ 565ഓളം വരുന്ന ഈ നാട്ടുരാജ്യങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രമായാൽ മാത്രമേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു കഴിഞ്ഞ ശേഷം ഇവരൊക്കെ ഇന്ത്യയുടെ ഭാഗമാകണോ എന്താണെന്നുള്ള കാര്യം. അപ്പം നമ്മുടെ അടുത്ത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷുകാർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യ എന്ന് സ്വതന്ത്രമാകുന്നുവോ അന്ന് ഈ നാട്ടുരാജ്യങ്ങളും അതുപോലെ ബ്രിട്ടീഷ് പ്രവിശ്യകളും പൂർണ്ണമായും എന്തായിരിക്കും? സ്വതന്ത്രമായിരിക്കും. പക്ഷെ അങ്ങനെ സ്വതന്ത്രമാകുന്ന രാജ്യങ്ങൾക്ക് ദ ചോയ്സ് വാസ് നോട്ട്, അതായത് അവർ ചോദിച്ച കാര്യം, 565 രാജ്യങ്ങളും ഇന്ത്യയിൽ സ്വതന്ത്രമായി കഴിഞ്ഞാൽ ഈ നാട്ടുരാജ്യങ്ങൾക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് ഒന്നുകിൽ ഇന്ത്യയുടെ കൂടെ ഭരിക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കൂടെ ഇന്ത്യയുടെ കൂടെ നിൽക്കാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കൂടെ പോകാം. അതാണ് അവർ, അതായത് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രവിശ്യകൾ എന്നറിയപ്പെടുന്നത് ആ രാജ്യങ്ങൾക്ക് 565ഓളം വരുന്ന നാട്ടുരാജ്യങ്ങൾക്കും എല്ലാം കൂടി ചേർന്ന് ഇന്ത്യയുടെ കൂടെയോ പാകിസ്ഥാൻ്റെ കൂടെയോ ചേരാം എന്നാണ് അഭിപ്രായം. പക്ഷേ ഇന്ത്യയുടെ കൂടെ ചേരണോ പാകിസ്ഥാൻ്റെ കൂടെ ചേരണോ എന്ന് തീരുമാനമെടുക്കാനുള്ള അവകാശം അവിടുത്തെ ഗവൺമെൻറ്റിനായിരിക്കും, അവിടുത്തെ രാജാക്കന്മാർക്കായിരിക്കും എന്നാണ് പറഞ്ഞത്, അല്ലാതെ ജനങ്ങൾക്കല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ രാജാക്കന്മാരാണ് തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്നൊരു ദിവസം, ഇന്നലെ വരെ അധികാരങ്ങളൊക്കെ കൈവശം വെച്ചിരുന്ന രാജാക്കന്മാർക്ക് ഒരു ദിവസം ഈ അധികാരം നഷ്ടപ്പെടും എന്ന് വരുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയിലെ രാജാക്കന്മാർ പല തീരുമാനങ്ങളും എടുക്കും. അതായത് ഇന്ത്യയുടെ കൂടെ ചേരണോ പാകിസ്ഥാൻ്റെ കൂടെ ചേരണോ. ഇനി അഥവാ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്ന രാജ്യങ്ങൾക്ക് 3 കണ്ടീഷനാണ് ബ്രിട്ടീഷുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ വേണമെങ്കിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കൂടെ വേണമെങ്കിൽ ചേരാം. തീരുമാനം എടുക്കാനുള്ള അവകാശം ആരുടെ കയ്യിലായിരിക്കും? രാജാക്കന്മാരുടെ കയ്യിലായിരിക്കും. ഒന്ന്. രണ്ടാമതായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്വതന്ത്ര രാജ്യങ്ങളായി വേണമെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം.
ഇന്ത്യയുടെ കൂടെ ചേരണമെന്നുമില്ല, പാകിസ്ഥാൻ്റെ കൂടെ ചേരണമെന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒറ്റയ്ക്ക് നിൽക്കാം. അപ്പോൾ ഇന്ത്യയുടെ കൂടെ ചേരാം, പാകിസ്ഥാനുമായി ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് നിൽക്കാം. അതായത് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വേർ ടു ജോയിൻ ഇന്ത്യ ഓർ പാകിസ്ഥാൻ ഓർ റിമൈൻ ഇൻഡിപെൻഡൻറ്റ്. ഇതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ തീരുമാനം എടുക്കാനുള്ള അവകാശം ദ ചോയ്സ് വാസ് നോട്ട് ഓഫ് ദ പീപ്പിൾ ബട്ട് ഓഫ് ദ പ്രിൻസിലി റൂളേഴ്സ്, രാജാക്കന്മാർ. അതന്നെ ഒരുപാട് നമുക്ക് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. എന്താണ് ആ പ്രശ്നം ചോദിച്ചാൽ, അതെവിടെ സ്റ്റാർട്ട് ചെയ്തു ചോദിച്ചാൽ, നമ്മളുടെ കേരളത്തിൽ തന്നെ നമുക്ക് ഒരു കാര്യം കാണാം. ഇന്നത്തെ തിരുവനന്തപുരം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ ഭാഗമായ തിരുവിതാംകൂർ ഭരണാധികാരികളാണ് ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ദ റൂളർ ഓഫ് ട്രാവൻകൂർ സെഡ് ദാറ്റ് ഹിസ് സ്റ്റേറ്റ്സ് വുഡ് റിമൈൻ ഇൻഡിപെൻഡൻറ്റ്. ബ്രിട്ടീഷുകാർ കാണിച്ച ആ മൂന്നാമത്തെ ഓപ്ഷൻ, നമുക്ക് പറഞ്ഞു തന്ന മൂന്നാമത്തെ ഓപ്ഷൻ, ഞങ്ങൾ ആരുടെ കൂടെയില്ല, ഇന്ത്യയുടെ കൂടെയില്ല, പാകിസ്ഥാൻ്റെ കൂടെയില്ല, മറിച്ച് ഞങ്ങൾ തനിച്ച് നിൽക്കുന്നു, സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിങ്ങനെ എത്തേണ്ട താമസം അടുത്ത ഹൈദരാബാദ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നാട്ടുരാജ്യങ്ങളിലൊന്നായ ഹൈദരാബാദിലെ നൈസാമും അന്ന് പറയുകയുണ്ടായി, ഞങ്ങൾ സ്വതന്ത്രരായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഭോപ്പാലിലെ ഭരണാധികാരിയായ നവാസും പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ ചേരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങൾ ഇങ്ങനെ പതുക്കെ വിഭജിക്കപ്പെടുന്നു. ഞങ്ങൾ ഇന്ത്യ വിട്ടു പോകുന്നു, അല്ലെങ്കിൽ അതായത് പാകിസ്ഥാൻ്റെ കൂടെയില്ല, ഇന്ത്യയുടെ കൂടെയില്ല, തനിച്ച് നിൽക്കാനാണ് താല്പര്യങ്ങൾ എന്ന് പറഞ്ഞ് പോവുകയും ചെയ്യുന്ന സമയത്താണ് ഇന്ത്യ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നേരിട്ടത്. കാരണം ഇതിനെയൊക്കെ ഒന്നുകിൽ ഇന്ത്യയുടെ ഭാഗമാക്കി തന്നെ നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെ നേരിടും എന്ന് മനസ്സിലാക്കി. മോസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്സ് ഫങ്ഷനേറ്റഡ് ഇൻ നോൺ ഡെമോക്രാറ്റിക് മാനർ ആൻഡ് ദി റൂളേഴ്സ് വേർ അൺവില്ലിങ് ടു ഗിവ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് ടു ദ പീപ്പിൾസ്. അതായത് അവരുടെ മനസ്സിൽ ഞങ്ങളുടെ ഈ രാജ്യം ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തിപ്പോൾ സ്വന്തമായി കിട്ടുകയാണ്, ഈ രാജ്യത്തിന് ഞങ്ങൾ ഇന്ത്യയെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ രാജ്യത്തിലെ എല്ലാ അവകാശങ്ങളും രാജാവ് എന്ന നിലയ്ക്ക് നമുക്ക് കിട്ടുന്നത് ഇല്ലാതാവും. അത് മാത്രമല്ല, ജനങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രമാവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭരണാധികാരികളുടെ മനസ്സിലുള്ളൊരു തീരുമാനം, ജനങ്ങൾക്ക് ഒരു കാരണവശാലും എന്ത് കൊടുക്കാൻ തയ്യാറല്ല, അവകാശങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല എന്നവർ തീരുമാനിച്ചു. ഇനി അപ്രോച്ച് ഓഫ് ദി ഗവൺമെൻറ് എന്നാണ്. ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ നേരിട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമുക്ക് 565ഓളം വരുന്ന നാട്ടുരാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളെ ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിൽ അന്നത്തെ ഗവൺമെൻറ്, അതായത് സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ ഇലക്ഷനൊന്നും നടത്തിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പൊന്നും നടത്തിയില്ലെങ്കിലും താൽക്കാലികമായി ഇന്ത്യ ഭരിക്കുന്ന നെഹ്റു ഗവൺമെൻറ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ്, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രിമാരും ഈ പ്രശ്നങ്ങളൊക്കെ സമാധാനപരമായി പരിഹരിക്കാനായിട്ട് ശ്രമം ആരംഭിച്ചു. അങ്ങനെ അവർ നടത്തിയ ശ്രമങ്ങൾക്ക് നെഹ്റുവിന് കൂട്ടായി നിന്ന ഒരാളാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ പ്രശ്നം, നിർണായകമായ ഈ പ്രശ്നത്തിന്, പ്രധാനപ്പെട്ട ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സഹായിച്ച ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നൊക്കെ അറിയപ്പെടുന്ന, നമ്മുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആൻഡ് ഹോം മിനിസ്റ്റർ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ് ഈ ക്രൂഷ്യൽ പീരീഡ് പെട്ടെന്ന് നമുക്ക് കവർ ചെയ്ത് പോകാനായിട്ട് സഹായിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യണം. കാരണം ദിവസങ്ങൾ വൈകുന്തോറും, രാജ്യങ്ങൾ ചിന്തിക്കാൻ സമയം കൊടുക്കുന്തോറും കൈവിട്ട് പോകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി അദ്ദേഹം എല്ലാ നാട്ടുരാജ്യങ്ങളുമായിട്ട്, രാജാക്കന്മാരുമായിട്ട് അദ്ദേഹം മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചു. അങ്ങനെ നാട്ടുരാജ്യങ്ങളെ സംഘടിപ്പിക്കാനും സംയോജിപ്പിക്കാനും ഒക്കെ ആയിട്ട് അദ്ദേഹം നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ തീരുമാനം വിജയിക്കുകയും ചെയ്തു. അന്നത്തെ ഒറീസയിൽ, അതായത് ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ചെറിയ നിറയെ രാജ്യങ്ങൾ ചേർന്നതാണ് ഒരു രാജ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒറീസ എന്ന് പറയുന്ന രാജ്യത്തിൽ 26 നാട്ടുരാജ്യങ്ങളുണ്ട്. ഗുജറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് 14 വലിയ രാജ്യങ്ങളും 119 ചെറിയ രാജ്യങ്ങളും കാണും, കുഞ്ഞു രാജ്യങ്ങളും കാണും. അപ്പോൾ ഇതിനെയൊക്കെ ഇത്രയും നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരെയും നാടുവാഴികളെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അവരെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യിക്കാനായിട്ട്. ആ ശ്രമത്തിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ വിജയിക്കുന്നത്. ആ ശ്രമം വിജയിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തെ സർദാർ വല്ലഭായ് പട്ടേലിനെ അയൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന വ്യക്തിയാണ്
അപ്പോൾ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെല്ലാം കണ്ട് ഗാന്ധിജി അദ്ദേഹത്തിന് കൊടുത്തൊരു റെസ്പെക്റ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോട് ഇഷ്ടം തോന്നിയ ഗാന്ധിജിയാണ് അദ്ദേഹത്തെ സർദാർ എന്ന പേരിൽ വിശേഷിപ്പിച്ചത്. അതായത് ഏറ്റവും നല്ല മുന്നണി പോരാളി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ സർദാർ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഹോം മിനിസ്റ്റർ ഇന്ത്യയുടെ ആ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ വിജയം കണ്ടു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളുടെ രാജ്യത്തെ ഇന്ത്യയുടെ ഭാഗമാക്കാനായിട്ട് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാൻ വേണ്ടി പ്രധാനമായും 3 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു. കാരണം രാജാക്കന്മാർ തീരുമാനം എടുത്തിട്ടാണ് ഇന്ത്യയുടെ കൂടെ ഈ രാജ്യങ്ങൾ ചേരണമെന്ന് തീരുമാനിക്കണമെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരിക്കലും ആ നാട്ടുരാജ്യങ്ങൾ നമ്മുടെ ഭാഗമാകില്ല എന്ന് തോന്നിയ സർദാർ വല്ലഭായ് പട്ടേൽ ഒരു തീരുമാനം 3 പോയിന്റുകൾ മുന്നിൽ വയ്ക്കുകയാണ് മനസ്സിൽ. അതായത് നാട്ടുരാജ്യങ്ങളെ ഭൂരിഭാഗം ജനങ്ങളും ഒരു നാട്ടുരാജ്യം എടുക്കുന്നു, അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ വരുന്നു എന്ന് പറയുകയാണെങ്കിൽ പിന്നെ രാജാവിൻ്റെ സമ്മതമൊന്നും നമ്മളവിടെ നോക്കണേയില്ല. ആ രാജ്യത്തെ നേരെ എവിടേക്ക് ക്ഷണിക്കുന്നു? ഇന്ത്യയുടെ ഭാഗമാകാനായിട്ട് ക്ഷണിക്കുന്നു, ചേർക്കുന്നു. അപ്പോൾ അതായത് നമ്മളുടെ ബ്രിട്ടീഷുകാരുടെ വ്യവസ്ഥ അനുസരിച്ച് ഒരു രാജ്യം ഇന്ത്യയുടെ കൂടെ വേണമെങ്കിൽ ചേരാം, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ കൂടെ വേണമെങ്കിൽ ചേരാം, അതും അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പുറത്തു പോകാം. ഇത് തീരുമാനം എടുക്കുന്നത് അവിടുത്തെ രാജാവാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഇതേ നിയമം ഫോളോ ചെയ്യുകയാണെങ്കിൽ പല രാജ്യങ്ങളും വിട്ടു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്, ഇന്ത്യയുടെ കൂടെ നിൽക്കാതിരിക്കാനാണ്, അല്ലെങ്കിൽ അവർക്ക് ഇന്ത്യയും വേണ്ട പാകിസ്ഥാനും വേണ്ട, തനിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ആയാൽ കാര്യം ശരിയാവില്ലെന്ന് തോന്നിയ വല്ലഭായ് പട്ടേൽ നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് അവർ ഇന്ത്യയുടെ കൂടെ ചേരാൻ തയ്യാറാണെങ്കിൽ ആ രാജ്യത്തെ ഇന്ത്യയുടെ കൂടെ നിർത്താം എന്ന് തീരുമാനിക്കുന്നു. 1. രണ്ടാമതായിട്ട് ചില പ്രദേശങ്ങൾക്ക് സ്വയംഭരണം നൽകാനും ഗവൺമെൻറ് അതിനനുസരിച്ച്, അതായത് അവർക്ക് ഭരണം നടത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം അതിനുള്ള അയവുള്ള തീരുമാനങ്ങൾ എടുത്തു. ആ പ്രദേശങ്ങളിലെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുക എന്നത്, അതായത് ആ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി അല്ലെങ്കിൽ അതും ഇന്ത്യയുടെ അതിർത്തിയും തമ്മിൽ വരുന്ന ബന്ധങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ സംസ്കാരം, ഇതൊക്കെ കണക്കിലെടുത്തിട്ട് നമ്മളാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്, പക്ഷെ അവിടുത്തെ ഭരണവും അവിടുത്തെ കാര്യങ്ങളും തീരുമാനിക്കാൻ അവിടുത്തെ ഗവൺമെൻറ്റിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് തീരുമാനിച്ചു. 3. നമ്മൾ നോക്കുകയാണെങ്കിൽ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ വരുന്നതാണോ, ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ വരുന്നതാണോ, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ നമ്മൾ എത്രത്തോളം നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം, ആ നിയന്ത്രണങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ തീരുമാനങ്ങൾ എടുത്തത്. തർക്കങ്ങളില്ലാതെ അവിടുത്തെ രാജ്യങ്ങളെ ഒന്ന് മയപ്പെടുത്തി എടുക്കുക, എന്നിട്ട് അത് ഇന്ത്യയുടെ ഭാഗമാക്കുക എന്നതും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ തന്ത്രമായിരുന്നു, അല്ലെങ്കിൽ നയം ആയിരുന്നു എന്ന് പറയാം. അപ്പോൾ the Indian government followed certain principles in achieving this completed task for the integration of the സ്റ്റേറ്റ്സിൻ്റെ പ്രിൻസിലി സ്റ്റേറ്റ്സ്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിൽ അവർക്കുണ്ടായിരുന്ന പരിഹരിക്കുന്നതിൽ സർദാർ വല്ലഭായ് സ്വീകരിച്ച 3 നയങ്ങളാണ്. 1. The people of most of the states wanted to join the Indian Union. Second one, the government adopted the flexible policy in giving autonomy to some regions. Third one, the partition had brought into focus the territory integration and consolidations of territorial boundaries. എന്തായാലും സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ 1947 ഓഗസ്റ്റ് 15 മുൻപ് തന്നെ കുറേ രാജ്യങ്ങളെ നമുക്ക് ഇങ്ങനെ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമാക്കാനായിട്ട് സാധിച്ചു. അതിനു വേണ്ടിയിട്ട് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സസ് ബിൽ എന്ന പേരിൽ ഒരു ലയന കരാറൊക്കെ തയ്യാറാക്കിയിട്ടാണ് ഇന്ത്യയിലെ ഈ 565 രാജ്യങ്ങളിൽ ഏറെക്കുറെ രാജ്യങ്ങളെയൊക്കെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ സർദാർ വല്ലഭായ് പട്ടേൽ ശ്രമിച്ചത്. അതിൽ വിജയിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും സർദാർ എന്ന പേരും അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരും ഒക്കെ ആർക്ക് യോജിക്കുന്നത് തന്നെ ആയിരുന്നു? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിനെ യോജിക്കുന്നത് തന്നെ ആയിരുന്നു. പക്ഷേ എന്നിട്ടും ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ജുനഗഡ്, കാശ്മീർ, ഹൈദരാബാദ്, മണിപ്പൂർ ഈ രാജ്യങ്ങളൊന്നും തന്നെ ആരുടെ ഭാഗമായി വന്നില്ല? ഇന്ത്യയുടെ ഭാഗമായിട്ട് വന്നില്ല. അപ്പോൾ അടുത്ത നമ്മുടെ പ്രശ്നങ്ങൾ ഈ പ്രദേശങ്ങളെ ഇന്ത്യയുടെ ഭാഗമാക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ ഈ പ്രദേശങ്ങളെയൊക്കെ ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ടി വന്ന കുറച്ച് നടപടിക്രമങ്ങളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. മക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അവസാനിപ്പിക്കാൻ സമയമായി. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം.